Teacher, UAE's biggest classroom. നമസ്കാരം. മൈ ടീച്ചർ എന്ന കാര്യപരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാള ഭാഷയുടെ പരിപോഷണത്തിൻ്റെ ഭാഗമായി മലയാള ഭാഷയുടെ അക്ഷരങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സംസ്കാരവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഒരു പഠന വിഷയമാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണെന്ന് കഴിഞ്ഞ കാര്യപരിപാടിയിൽ നാം മനസ്സിലാക്കി. ഇതിനോടനുബന്ധിച്ച് നാം ജീവിക്കേണ്ട ഒരു പ്രകൃതം, ആ സംസ്കൃതിയെ ഉൾക്കൊണ്ട് അതിലെ അക്ഷരങ്ങൾ ഉൾക്കൊണ്ട് പുതിയ തലമുറയ്ക്ക് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നേറുവാൻ സഹായിക്കുന്ന ആ മഹത്തായ പൈതൃക സമ്പത്തിൻ്റെ അറിവ് നമ്മളിലേക്ക് ഉണ്ടായില്ലെങ്കിൽ നാം ഒരിക്കലും പൂർണ്ണമാകില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയാണ് മലയാള ഭാഷ പഠിക്കുന്നത്, മലയാള ഭാഷയുടെ മഹത്വം, അതിൻ്റെ ജീവിത സംസ്കാരം, അത് സമൂഹത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നിവ എല്ലാം അധിഷ്ഠിതമാക്കി ഉള്ള പഠനം നമ്മളെ കൂടുതൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമുണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആയതുകൊണ്ട് മലയാള ഭാഷയുടെ പഠനം എങ്ങനെ ആകണം എന്ന് നാം ചിന്തിച്ചു. നമുക്ക് അറിയാവുന്നതുപോലെ അർത്ഥമുള്ള ശബ്ദം ഉണ്ടാകുമ്പോൾ, അർത്ഥമുള്ള പദങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഉള്ള അർത്ഥവ്യാപ്തി ഭാഷയിൽ കൂടി പ്രവഹിക്കുന്നു. നമ്മുടെയുള്ള മനോഭാവങ്ങളെ അത് എങ്ങനെ നാം സ്വീകരിക്കുന്നു, എങ്ങനെ നാം മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങൾ അത് എങ്ങനെ, ഏതൊക്കെ രീതിയിലാണ് മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന, വളരെ ശ്രദ്ധയോട് നമ്മൾ ഉൾക്കാഴ്ചയോടുകൂടി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഭാഷയിൽ വായ്മൊഴിയും വരമൊഴിയും വളരെ പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, വായ്മൊഴി വളരെ പ്രസക്തമായൊരു കാര്യമാണ്. പുരാതന കാലം മുതൽ, നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലം ഉണ്ടായിരുന്ന കാലം മുതൽ നമ്മൾ മനുഷ്യൻ തമ്മിലുള്ള ബന്ധങ്ങൾ, സംസാരങ്ങൾ, ആശയവിനിമയങ്ങൾ ഇതെല്ലാം വായ്മൊഴിയിൽ കൂടിയായിരുന്നു. അപ്പോൾ നമ്മുടെ അടുത്തുള്ള, നമ്മൾ സമ്പർക്കം പുലർത്തുന്ന സഹജീവികളോട് വായ്മൊഴികൾ പറഞ്ഞ് കേട്ട് അതനുസരിച്ചുള്ള ഒരു പ്രവർത്തന തലം ഉണ്ടാകുമ്പോൾ വായ്മൊഴിക്ക് വളരെ പ്രസക്തമേറുന്നു. സമീപമുള്ള ആളുകളോട് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത്, അത് മിക്കപ്പോഴും വായ്മൊഴിയിൽ കൂടിയാണ്. അതുപോലെ തന്നെ വരമൊഴി വേറൊരു ചിന്താവിഷ്ടമായ ഒരു കാര്യമാണത്. വരമൊഴി നമ്മുടെ ദൂരെയുള്ളവർ, അകലെയുള്ളവർക്കാണ് ശരിക്കും വരമൊഴി. അത് എഴുത്തിൽ കൂടി പറയുന്നു, അത് പല രീതിയിലുള്ള പ്രക്രിയകൾ കൂടി വരുന്നു. ഈ എഴുത്ത് എന്ന സങ്കല്പം തന്നെ വരമൊഴിയിൽ കൂടി വന്നുള്ള പ്രസക്തമായ ഒരു കാര്യമാണ്. അപ്പോൾ വായ്മൊഴിയും വരമൊഴിയും ഭാഷയുടെ ആ പരിപോഷണത്തിനും ഭാഷയുടെ സംസ്കൃതിയിൽ ഉദ്ദിഷ്ടമായ ഒരു മുന്നോട്ട് പോക്കുള്ള ഒരു പ്രയാണത്തിനും വളരെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മൂന്നാമതൊന്നുകൂടി പണ്ഡിതന്മാർ പറയുന്നു, എന്താണെന്നറിയാമോ? ചിന്ത. നമ്മൾ ഏകസങ്കല്പത്തിൽ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുന്ന ആ ഒരു പ്രക്രിയ ഇതിലുണ്ട്. വായ്മൊഴി ആയിക്കോട്ടെ, വരമൊഴി ആയിക്കോട്ടെ, നമ്മൾ സന്നിധിയിലായിരിക്കുന്ന ചിന്താ തരംഗങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രക്രിയയായിട്ട് മാറുമ്പോൾ ചിന്തയ്ക്ക് പ്രസക്തിയേറുന്നു. അത് ആ ഒരു വ്യക്തിത്വത്തെ വികസിപ്പിക്കാൻ വേണ്ടി ഭാഷയിൽ കൂടിയുള്ള, സംസ്കൃതിയിൽ കൂടിയുള്ള ആ ജീവിത പ്രയാണത്തെ താൽക്കാലികമെങ്കിലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണ സങ്കല്പത്തെ അധിഷ്ഠിതമാക്കുന്നതിന് ഇത് സഹായിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ മുതിർന്നു വരുന്ന തലമുറകൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്, പഴയ കാലങ്ങളിൽ, മുൻകാലങ്ങളിൽ നാം സംസാരിക്കുമായിരുന്നു. സംസാരം ഇന്ന് കുറഞ്ഞു പോയെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കുട്ടികൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പ്രക്രിയകൾക്കും നമുക്ക് വേണ്ടത് എന്താണ് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അവിടെയാണ് നാം ഭാഷയുടെ ഉള്ളിലുള്ള ആ സത്തയെ നാം തേടേണ്ടത്. തുടങ്ങാം. വാക്യം നമുക്കെല്ലാവർക്കും അറിയാം. വാക്യം, ഒരു വാക്യമാണല്ലോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന സംസാരിക്കുമ്പോൾ തന്നെ. ആ വാക്യത്തിന് അർത്ഥമുണ്ടാകാൻ എന്തൊക്കെ വേണം? അതിനകത്ത് പദങ്ങൾ വേണം, അല്ലേ? ഈ പദങ്ങളില്ലെങ്കിൽ വാക്യങ്ങൾ ഒരിക്കലും ഒരു അർത്ഥവത്തായ സമ്പ്രദായത്തിലേക്ക് നാം എത്തുകയില്ല.
അപ്പോൾ ആ പദങ്ങൾ വേണം. അതിനെന്ത് വേണം? അക്ഷരങ്ങൾ വേണം. അക്ഷരങ്ങൾ വേണം അല്ലേ? അപ്പോൾ അക്ഷരങ്ങൾ പഠിക്കാതെ നാം ഒരിക്കലും നമുക്ക് മുന്നോട്ട് നീക്കാൻ സാധ്യമാവുകയില്ല. അപ്പോൾ 3 കാര്യങ്ങൾ: വാക്യം, പദം, അതിൻ്റെ കൂടെ തന്നെ സ്വരം. ശരിക്കും ഈ അക്ഷരത്തിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതാണ് സ്വരം. സ്വരം, വ്യഞ്ജനം, കൂട്ടക്ഷരങ്ങൾ നമ്മളിത് പഠിച്ചു പോകും. നമുക്ക് ആദ്യമായി പഠിക്കേണ്ട കാര്യമാണ് സ്വരങ്ങൾ. ഭാഷയിൽ എത്ര സ്വരങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 13 സ്വരങ്ങളുണ്ട്. അതിൽ കൂടുതൽ സ്വരങ്ങളുണ്ടെങ്കിലും മറ്റ് തമിഴ് ഭാഷയിൽ നിന്നും സംസ്കൃതത്തിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നും നാട്ടുസങ്കല്പത്തിൽ വന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നാം ഇന്ന് അനുഷ്ഠാനം ചെയ്യുന്ന ഈ പ്രക്രിയയിൽ സ്വരങ്ങൾ 13 എണ്ണം ഉണ്ട്. എന്താണ് സ്വരം? സ്വരം എന്നാൽ സ്വരിക്കുന്നതെന്തോ അതാണ് സ്വരം. എന്താണ് ശബ്ദിക്കുന്നത്? അതാണ് സ്വരം. എന്താണ് സ്വരിക്കുന്നത് അല്ലെ എന്താണ് ശബ്ദിക്കുന്നത് എന്നാണ് സ്വരം എന്നർത്ഥം. അപ്പോൾ എത്ര സ്വരങ്ങൾ ഉണ്ടെന്ന് നമുക്കിന്ന് ആദ്യമായി പഠിക്കാം. 13 സ്വരങ്ങളാണ് നമുക്ക് ഇന്ന് മലയാള ഭാഷയിൽ നമുക്കിന്ന് ഒരു അടിസ്ഥാനപരമായി പഠിക്കേണ്ടത്. നമുക്ക് തുടങ്ങാം. ആ. നിങ്ങളുടെ കയ്യിൽ പുസ്തകങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് നോക്കി എഴുതുക. ആ. എല്ലാവർക്കും അറിയാൻ മനസ്സിലായി കാണുന്നില്ല. ഒന്നുകൂടെ ആ. വളരെ ലളിതമാണ്. ആ. അടുത്തതായിട്ട് ആ. ആ. അടുത്തതായിട്ട് ഈ. ഈ. ഇതെന്താണ്? ആ. ആ. ഈ. അടുത്തതായിട്ട് ഈ. ഉ. ഊ. ഈറോ. ഈറോ. ഇതെന്താണ്? ഒന്നുകൂടി പറയാം ആദ്യം മുതൽ. ആ. ഇത് എഴുതാൻ വളരെ എളുപ്പമാണ്. എഴുതുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ആ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് ആ. അടുത്തതായിട്ട് ഈ. ഈ. ഉ. ഊ. ഈറോ. എ. ഒന്നുകൂടെ എ എങ്ങനെ കാണിക്കാം. എ. എ. ഐ. ഓ. ഓ. ഔ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് 13 സ്വരാക്ഷരങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റക്കുറിച്ചിലുണ്ട്. പണ്ഡിതന്മാർ പലതും പറയും. കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ കാര്യം തമിഴിൽ നിന്ന് ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നും വന്നാണല്ലോ നമ്മുടെ ഭാഷയുടെ ആ ഉൽപ്പത്തി. അത് തമിഴുമായിട്ട് ബന്ധമുണ്ട്, സംസ്കൃതവുമായിട്ട് ബന്ധമുണ്ട്, അല്ലാതെ മറ്റു ഭാഷകളുമായിട്ട് ക്രോഡീകരിക്കുന്ന ഒരു ബന്ധം കൂടെ അതിനുണ്ട്. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ പ്രാവർത്തിക തലത്തിലുണ്ടാകുന്ന മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുടെ ആ രീതി പല സംസ്കാരങ്ങളിൽ കൂടി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ പഴയ കാലത്ത് നമ്മൾ മലയാള ഭാഷയെ, മലയാളം എന്ന് പറയുന്ന ഒരു ദേശമായിരുന്നു. സഹ്യപർവ്വതത്തിൻ്റെ പടിഞ്ഞാറുള്ള ആ ഒരു മനോഹരമായ ഒരു കാഴ്ചപ്പാടിനെ മലയാളം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മലയാളം എന്നത് ഭാഷയിൽ കാട്ടി ഉപരിയായി
ഒരു സംസ്കാരത്തിൻ്റെ, ഒരു നാടിൻ്റെ പരിവേഷം അണിഞ്ഞ ഒരു ദേശത്തിൻ്റെ പേരായിരുന്നു. മനസ്സിലാക്കുക, പണ്ഡിതന്മാർ പറയുന്നു ഇങ്ങനെയുള്ള ആ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്രോഡമായ സംസ്കാരത്തിൻ്റെ പരിവേഷം പുലർത്തിയെടുത്ത് ഭാഷയുടെ ശൈലി ഉൽപ്പത്തിയുടെ രീതിയിൽ വന്നപ്പോഴാണ് ഭാഷാ സംസ്കാരം പൂർണ്ണമാവുന്നത്. അപ്പോൾ സ്വരങ്ങളെ നമ്മൾ ഈ ഈറോ എന്ന ഇതാണെങ്കിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാം, പിന്നീട് പഠിക്കാം. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇത് ആ ആ ആ ഈ ഈ ഉ ഊ ഈറോ എ ഐ ഓ ഓ ഔ. ഇത്രയുമാണ് മലയാള ഭാഷയിലുള്ള സ്വരാക്ഷരങ്ങൾ. വളരെ ലളിതമായി പഠിക്കാവുന്ന മലയാള ഭാഷ മറ്റുള്ള ഭാഷകളെക്കാട്ടിലും പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. പക്ഷേ അതിൻ്റെ ഉപയോഗക്രമം നാം മനസ്സിലാക്കിയാൽ ഇത് കുറേ ശ്രമത്തിൻ്റെ ഭാഗമായി നടക്കാവുന്നതാണ്. ഇപ്പോഴും പറയുന്നു, കഴിഞ്ഞ ദിവസവും മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്നു മറ്റുള്ള ഭാഷകൾ പഠിക്കുന്നതിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണല്ലോ ഇത് പഠിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ശ്രമമാണല്ലോ എല്ലാത്തിലും വലുത്. നിങ്ങൾ ശ്രമിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധ്യമാവൂ എന്നുള്ള ആപ്തവിശ്വാസം മലയാളിയുടെ സങ്കല്പത്തിൽ ഉന്നത ശീർഷത്തിൽ ഉള്ള ഒരു തീർപ്പായ കൽപ്പനയാണ്. ആ ഒരു മനോഭാവം നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ സാധ്യമാവുകയില്ല. ആ ഒരു സങ്കല്പം മുൻനിർത്തി നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും പഠിക്കുക, കുട്ടികളെയും പഠിപ്പിക്കുക. ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ആ ഒരു തുടക്കം നമ്മൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. കുട്ടികളെ ഈ ഭാഷ പഠിപ്പിക്കുന്നതിൻ്റെ ആദ്യത്തെ ലക്ഷണം എങ്ങനെയാണെന്നറിയാം? അവരോട് സ്നേഹവായ്പോടുകൂടി ഉള്ള ഒരു പരിലാളനം ഉണ്ടാവണം. ഇതിൻ്റെ ശാസ്ത്രം കൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യം വെറും ഒരു അക്ഷരം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു മലയാളത്തിൻ്റെ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു നന്മ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് അക്ഷരങ്ങളിലേക്ക് വരിക. ഒരു തലോടൽ കൊണ്ട് നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കൊച്ചുകുട്ടി അക്ഷരം പഠിക്കും. നിങ്ങൾ നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതുക. ഒന്നും കൂടി ആ എഴുതി കാണിക്കാം. നോക്കുക. ആ നോടെ ആ ആ ഈ ഈ ഉ ഊ ഈറോ. ആ ആ ഈ ഈ ഉ ഊ ഈറോ എ ഐ ഓ ഓ ഔ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 13 സ്വരാക്ഷരങ്ങൾ. സ്വരാക്ഷരങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ സ്വരാക്ഷരങ്ങൾ ഒറ്റയ്ക്ക് മാത്രമേ സംസാരിക്കത്തൂ എന്ന് പറയുമ്പോൾ വ്യഞ്ജനത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വരാക്ഷരങ്ങളില്ലാതെ പറ്റില്ല. മനസ്സിലായി? വ്യഞ്ജനങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. വ്യഞ്ജനങ്ങൾക്ക് സ്വരങ്ങളില്ലാതെ അത് ഉപയോഗിക്കാൻ സാധ്യമാവുകയില്ല. അപ്പോൾ സ്വരം അക്ഷരത്തിൻ്റെ ജീവനാണെന്ന് പറയും. സ്വരം അക്ഷരത്തിൻ്റെ ഈ കാണുന്ന ഈ സ്വരങ്ങൾ അക്ഷരത്തിൻ്റെ ജീവനാണ്, ജീവനാംശമാണ്. വ്യഞ്ജനം എന്താണ്? അത് ശരീരവുമാണ്. അപ്പോൾ ജീവനും ശരീരവും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ആ അക്ഷരത്തിൻ്റെ ഒരു പൂർത്തീകരണം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും പ്രാധാന്യമായി നമ്മൾ ഉൾക്കൊണ്ടത് ഈ ജീവൻ. ഇത് എങ്ങനെയാണ് നാം ഇതിൻ്റെ ഒരു അടിസ്ഥാന പ്രമാണം നാം എങ്ങനെ മനസ്സിലാക്കേണ്ടത് എന്ന് ചിന്തിക്കുമ്പോഴാണ് സ്വരത്തിൻ്റെ പ്രസക്തി ഏറ്റവും പ്രാധാന്യമാകുന്നത്. നിങ്ങൾ വളരെ ചൊല്ലിപ്പഠിക്കുക. കുട്ടികളോട് പ്രത്യേകം പറയുന്ന കാര്യം, നിങ്ങൾ എഴുതുമ്പോൾ കയ്യെ പിടിച്ചെഴുതിപ്പിക്കുന്ന ശീലം ഉണ്ടായിരുന്നല്ലോ. പണ്ട് മണ്ണിലായിരുന്നു എഴുതുന്നത്. മണ്ണിൽ എഴുതുമ്പോൾ ഒരു ശാസ്ത്രമുണ്ടായിരുന്നു. ആ മണ്ണിനോടുള്ള ബന്ധവും ആ കയ്യിൽ ഉള്ള ആ ഒരു സ്നേഹത്തിൻ്റെ പരിവേഷവും ഉള്ള ആശാന്മാർ എഴുതി തരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ കാലം മാറി, കാലത്തിൻ്റെ യാന്ത്രികമായ അംശം അതൊക്കെ മാറി. എന്തുമായിക്കോട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അമ്മമാർ കുട്ടികളെ കൈകൊണ്ട് എഴുതി പഠിപ്പിക്കുമ്പോൾ ഭാഷയുടെ സ്നേഹം കൂടി അതിൽ ഒരു ഉൾക്കരുത്തോടുകൂടി വരും. അങ്ങനെയുള്ള ഒരു ഉൾക്കരുത്തിൻ്റെ സ്നേഹം
ആ ഒരു തീർത്ഥമായ സമ്പത്ത് അതിലേക്ക് ഉൾക്കൊള്ളുവാൻ വേണ്ടിയാണ് നാം ഇത് അനുഷ്ഠിക്കേണ്ടത്. അപ്പോൾ വളരെ ലളിതമായിട്ട് വളരെ പ്രയാസകരമാണെങ്കിലും ഇത് എഴുതി പഠിക്കുക. ഒന്നുകൂടി ഞാൻ പറഞ്ഞ ശേഷം നമുക്ക് അടുത്തതിലേക്ക് നീങ്ങാം. ഇത് നമ്മൾ കണ്ടു ആ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ, ഇ, ഈ, ഉ, ഊ, ഈറോ, എ, ഐ, ഓ, ഔ. മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇത് ഏറ്റവും കൂടുതൽ ഈ സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വരാക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഈ ഒരു പ്രയാസമില്ലാതെ ധാരാളം ബുദ്ധിമുട്ടുകളില്ലാതെ കണ്ഠനാളത്തിൽ നിന്ന് ഉച്ചരിക്കാൻ സാധിക്കുന്നത്. വായുപ്രവാഹത്തിന് വലിയ തടസ്സമുണ്ടാവില്ല, അതിന് ഒരു വേദനകളോ യാതനകളോ ഒന്നുമില്ല. അത് സംസാരിക്കുന്ന സമയത്ത് ഈ ഉച്ചാരണത്തെ പല വിധത്തിൽ അക്ഷരങ്ങളുടെ ഒരു ആ ഒരു അവയവത്തിൻ്റെ പൂർണ്ണമായ ഒരു പ്രക്രിയ ഇല്ലാതെ തന്നെ, ഇത് അവയവത്തിൻ്റെ പൂർണ്ണ പ്രവൃത്തിയുടെ ആവശ്യമില്ല. നമ്മുടെ താടി, ചുണ്ട്, മേളിൽ കാണുന്ന അണ്ണാക്ക്, ഇതൊക്കെ വീണ്ടും പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങൾ ധാരാളം പ്രവർത്തിക്കാതെ വളരെ ലളിതമായിട്ട് ഉച്ചരിക്കുമ്പോഴാണ് സ്വരം എന്നുള്ള ആ ഒരു പ്രക്രിയ മുന്നോട്ട് വരുന്നത്. അപ്പം സ്വരത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന മുമ്പ് പറഞ്ഞതുപോലെ സ്വരം ജീവനാണ്, ഭാഷയുടെ ജീവനാണ് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ വ്യഞ്ജനം ശരീരം എന്ന് പറയുന്നത് പോലെ സ്വരം ജീവനാണ്. അപ്പോൾ സ്വരാക്ഷരങ്ങളിൽ അടിസ്ഥാനപരമായ കുറേ അക്ഷരങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അടിസ്ഥാനപരമായ സ്വരങ്ങൾ. ആ, ഇത് അകാരം. നമ്മൾ അകാരം എന്ന് പറയുന്നത് എപ്പോഴും ആ എന്നുള്ള ഒരു സങ്കല്പത്തിൽ എല്ലാത്തിലും നമ്മളുണ്ടല്ലോ. ഇത് വളരെ ലളിതമാണ് പറയാൻ. ഈ അകാര സങ്കല്പത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുകളില്ലാതെ, കൂടുതൽ പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കും ആ. അതുപോലെ അടുത്തത് എ. എ, ഇ, ഓ, ഉ. ആ, എ, ഇ, ഓ, ഉ. ഇത് സ്വതന്ത്ര ഉച്ചാരണ സിദ്ധിയുള്ള ചില അക്ഷരങ്ങളാണ്. സ്വതന്ത്ര ഉച്ചാരണ ശുദ്ധിയുള്ള അക്ഷരങ്ങളാണ്. ആ അല്ലേ? ആ സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കാൻ സാധിക്കുന്ന ഒരു അക്ഷരമാണ്. എ, ഇ, ഓ, ഉ. ആദ്യം ഇത് പഠിച്ചതിന് ശേഷം ആണ് ഇതിലേക്ക് പോകേണ്ടത്. എന്നാലും ഇത് ആ, എ, ഇ, ഓ, ഉ എന്നീ അകാരം ഉച്ചാരണത്തിൽ സ്വതന്ത്ര കണ്ഠത്തിൽ നിന്ന് ശബ്ദധാരം ഒരു തടസ്സവുമില്ലാതെ പുറപ്പെടുവിക്കാൻ സാധിക്കും. അകാരത്തിൻ്റെ അതുപോലെ തന്നെയാണ് എ, ഇ. എയും ഇയും ഒരു കുറച്ച് നമ്മുടെ നാവ് കുറച്ചോട്ട് മുകളിലാക്കി എ അല്ലേ, നാവ് കുറച്ചുകൂടെ മുകളിലോട്ടാകുന്നില്ലേ, നമ്മുടെ അണ്ണാക്കിലേക്ക് സ്പർശിച്ചിട്ടില്ല, അങ്ങോട്ട് മുകൾ ഭാഗത്ത് സ്പർശിക്കാതെ എ പോലെ ഇ. അത് ഉച്ചാരണങ്ങളെക്കുറിച്ച് ഭാവിയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഉച്ചാരണത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ കടക്കാവുന്നതാണ്. എന്നാൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ പറയുന്നതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളടുത്ത് പറയുന്നത്. എ, ഇ. അതുപോലെ ഓ, ഉ. വായിൻ്റെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള സ്വഭാവത്തിലേക്ക് നമ്മൾ വരുന്നു. ഓ, ശ്രദ്ധിക്കുക. ഓ, ഉ. വ്യത്യാസം മനസ്സിലായോ? അപ്പോൾ ആ നമ്മളെങ്ങനെ ഉച്ചരിക്കുന്നു? ആ, എ, ഇ, ഓ, ഉ. അപ്പോൾ വൈവിധ്യമായ രീതിയിലുള്ള ഭാഷയുടെ ശൈലി അക്ഷരങ്ങളിൽ കൂടി വരുന്നു. ഇതിന് ആ എന്നുള്ള അക്ഷരത്തിൻ്റെയും എ എന്നുള്ള അക്ഷരത്തിൻ്റെയും ഇ, ഓ, ഉ എന്നുള്ള അക്ഷരത്തിൻ്റെയും പ്രതിഭാസം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലളിതമാണ്.
നിങ്ങൾ പഠിച്ചു വരുമ്പോൾ, ഇതിലേക്ക് വരുമ്പോൾ, ഈ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചുള്ള ഒരു കരുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം കൂടി, ആ, എ, ഇ, ഒ, ഉ ഇതെല്ലാം ഹ്രസ്വാക്ഷരങ്ങളാണ്. ഹ്രസ്വാക്ഷരങ്ങളാണ്. ഇതിനകത്ത് ഒരു മാത്രമേ ഉള്ളൂ. ഹ്രസ്വമാണ്. വളരെ ഹ്രസ്വം എന്ന് പറയാൻ മനസ്സിലായില്ല. വളരെ സമയക്കുറവ്, വളരെ തുച്ഛമായ രീതിയിലുള്ള ഒരു സങ്കല്പത്തിലുള്ള ആണ്. ആ, എ, ഇ, ഒ, എ, ഇ, ഒ, ഉ. ഹ്രസ്വാക്ഷരമാണ് ഇതിൽ. ഹ്രസ്വം. ഹ്രസ്വാക്ഷരമാണ്. അപ്പം ഹ്രസ്വം എന്ന് പറയുന്നത് വളരെ സമയപരിമിതമായ, സമയം കുറവുള്ളതും ദീർഘമല്ലാത്തതും എന്നുള്ളതാണല്ലോ ഹ്രസ്വം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒറ്റ മാത്രമേ ഉള്ളൂ. ഒറ്റ മാത്രമേ എന്ന് പറയാൻ മനസ്സിലായല്ലോ. ഒരു അക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് മാത്രമേ ഉള്ളൂ. 2 മാത്രകൾ, 3 മാത്രകൾ, അതൊക്കെ വീണ്ടും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ദീർഘാക്ഷരങ്ങളുണ്ട് ഇതിനകത്ത്. ഏതൊക്കെയാണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കൂ? ദീർഘാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ആ, ഇത് ദീർഘാക്ഷരമാണ്. അതായത് 2 മാത്രയുണ്ട്. ഇതൊരു മാത്രമേ ഉള്ളൂ. ഇത് 2 മാത്ര. ആ അധികം ആ, ആ ദീർഘാക്ഷരം. അതുപോലെ ഈ ദീർഘാക്ഷരമാണ്. ആ അധികം ആ, ആ അധികം ആ, ആ ഈ അധികം ഈ ദീർഘാക്ഷരം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹ്രസ്വാക്ഷരമുണ്ട്, ദീർഘാക്ഷരമുണ്ട്. ഒന്നും കൂടി. ഓ, ഇത് ദീർഘാക്ഷരമാണ്. ഓ, ഓ, 2 ഓ കൂടി ചേരുമ്പോഴാണ് ദീർഘാക്ഷരം. ഓ, അപ്പൊ ഏതൊക്കെയായി? ആ ഐ, ഇ ഐ, ഓ ഐ. അപ്പോൾ നമുക്ക് ഈ സംസാരിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എന്നും സംസാരിക്കുമ്പോൾ പറഞ്ഞ് സംസാരിക്കുക. ഈ ഒരു അക്ഷരം പറയുമ്പോൾ നിങ്ങൾ കേട്ട് പഠിച്ച് പറയുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ചൊല്ലിപ്പഠിപ്പിക്കുന്ന ഒരു ശീലം നമുക്കുണ്ടായിരുന്നു, പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പറഞ്ഞ് കേട്ട് എഴുതി. പണ്ട് കേട്ടെഴുത്ത്, നിങ്ങൾ കേട്ട് കാണും, കേട്ടെഴുത്ത് എന്ന് പറഞ്ഞൊരു പ്രക്രിയ നമ്മുടെ വിദ്യാലയങ്ങളുണ്ടായിരുന്നു. ഒരു കാര്യം പറഞ്ഞ് അത് കേട്ട് എഴുതുക. അതിനകത്ത് 3 കാര്യങ്ങളാണ് വരുന്നത്. ആ ആൾ എന്താണ് പറയുന്നത്, ആ പറയുന്ന ആൾ വളരെ വ്യക്തമായി ഭാഷയും കാഴ്ചപ്പാടും ഉൾക്കരത്തോടു കൂടി പ്രവഹിപ്പിക്കാൻ പറ്റാമെന്ന ഒരു വ്യക്തിയായിരിക്കും അന്നത്തെ അധ്യാപകൻ. അപ്പോൾ ഇങ്ങനെയുള്ള ശാസ്ത്രീയപരമായി പഠിച്ച് ഉൾക്കൊണ്ട് ഒരു കേട്ടുകൊണ്ട് എഴുതുന്ന സമയത്ത് നമ്മുടെ അക്ഷരത്തിൻ്റെ അറിവ് അത് എവിടെ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രക്രിയയിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഹ്രസ്വത്തിൻ്റെ കാര്യം നിങ്ങൾ മനസ്സിലായി കാണും. ആ, എ, ഇ, ഒ, ഉ ഇതാണ് ഹ്രസ്വാക്ഷരങ്ങൾ. ദീർഘാക്ഷരങ്ങൾ ആ, എ, ഇ, ഒ ദീർഘാക്ഷരങ്ങൾ. മറ്റേ ഈ യൂറോ എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ നിന്ന് വന്നുകൊണ്ട് അതിൻ്റെ സാംസ്കാരിക പശ്ചാത്തലവും അത് അങ്ങനെ വന്ന സമയത്ത് ഓരോ നാടിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മാറിയപ്പോഴാണ് ചില അക്ഷരങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുകയും അത് അതിൻ്റെ സ്വായത്തമായ ചില പ്രക്രിയയിൽ മാത്രം ഉൾപ്പെടുത്തി മുന്നേറിയതും. വേറൊന്നും കൂടെ ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറയും. അത് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നത്. സന്ധ്യാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഐ എന്നുള്ളൊരു പദം, ഐ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നാം ചിന്തിക്കുക. നിങ്ങളൊന്ന് നിങ്ങളുടെ ഒന്ന് തലച്ചോറൊന്ന് അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഐ എന്നുള്ള
ഒരക്ഷരം ഉണ്ടാകുന്നത് ഇ എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ രീതിയിലാണ്. ആ അധികം ഈ ഐ. ഇതിന് സന്ധ്യാക്ഷരം എന്ന് പറയും. ഒന്നും കൂടി ഔ, സന്ധ്യാക്ഷരങ്ങൾ. ഇതാണ് സന്ധ്യാക്ഷരങ്ങളുടെ ഒരു പ്രക്രിയ. അപ്പോൾ നമ്മളിന്ന് പഠിച്ച കുറേ കാര്യങ്ങൾ, ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ചില്ലക്ഷരങ്ങൾ, പ്രാധാന്യമറിയിക്കുന്ന സ്വരാക്ഷരങ്ങൾ, ആ മുതൽ ആ ആ ഒന്നുകൂടി എഴുതി കാണിക്കാം. നിങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഉൾക്കൊള്ളുക. ആ ആ ഈ ഈ ഉ ഊ ഈറോ എ ഐ ഓ ഔ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായ സ്വരാക്ഷരങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ സ്വരാക്ഷരങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ജീവനാംശമാണ്. വ്യഞ്ജനം നമ്മൾ വീണ്ടും പഠിക്കുന്നു. ആ വ്യഞ്ജനം അടുത്ത നമ്മുടെ കാര്യക്രമത്തിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് യാതൊരു തെറ്റും കൂടാതെ ഉൾക്കരത്തോടു കൂടി പറഞ്ഞ് ചൊല്ലി കേട്ട് പഠിക്കും. ഇനിയും അക്ഷരങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം. അടുത്തതായിട്ട് ഭാഷയുടെ ആ ഒരു സംസ്കാര പശ്ചാത്തലം, നമ്മുടെ അറിവിൻ്റെ അംശം, അക്ഷരങ്ങൾ പഠിക്കുന്നു എന്ന് നാം മനസ്സിലാക്കി. അക്ഷരങ്ങൾ നമ്മൾ കുറച്ച് പഠിച്ചു. ഇത് തുടർച്ചയായി പോകും. ഇത് നമ്മളെ വ്യാകരണ സിദ്ധാന്തം വരെ എത്തും. അക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ പഠിക്കും, ചില്ലക്ഷരങ്ങൾ പഠിക്കും, വ്യാകരണം പഠിക്കും. ഇത് ഭാവിയിൽ നമുക്ക് ഓരോ തലത്തിൽ കൂടി സഞ്ചരിക്കാം. എന്നാൽ ഈ ഭാഷയുടെ സംസ്കാരത്തിൻ്റെ പ്രതീകം പല രീതിയിൽ കൂടിയാണ്. നമ്മുടെ നാട്ടറിവുകളുണ്ട്, നമ്മുടെ പാട്ടുകളുണ്ട്, സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള കലാവാസനകളുണ്ട്. ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച ഒരു സംസ്കാരമാണ് മലയാളിയുടെ. ആ സംസ്കാരമാണ് ലോകത്തിന് ഒരു കാഴ്ചപ്പാട് നൽകിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംശമാണ് പഴഞ്ചൊല്ലുകൾ. ഭാഷയുടെ നിധിപേടത്തിലെ അമൂല്യമായ സമ്പത്ത്. ഒരു ചെറിയ വാക്യം കൊണ്ട് എത്ര പൊരുൾ നമുക്കതിൽ അറിയാൻ സാധിക്കും, ആ പൊരുൾ കൊണ്ട് എങ്ങനെ ജീവിക്കാൻ സാധിക്കും എന്നുള്ള ഒരു സങ്കല്പം. അങ്ങനെയുള്ള ചെറിയ വാക്യങ്ങൾ നിങ്ങൾ പഠിക്കുകയും പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുകയും സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. എന്തെന്നാൽ നാട്ടുമൊഴിച്ചന്തമുള്ള നമ്മുടെ നാട്ടിൽ മനോഹരമായ ലളിതമായ ആഖ്യാനങ്ങളിൽ കൂടിയുള്ള സങ്കീർണമായ ജീവിത പശ്ചാത്തലം നമുക്കുണ്ട്. അപ്പോൾ ഈ സങ്കീർണമായ ഒരു ജീവിത പശ്ചാത്തലം വരുമ്പോൾ നാം എപ്പോഴും എന്ത് ചെയ്യും? ഒന്നുകിൽ പകച്ചു നിൽക്കും, എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിക്കും. അപ്പോൾ നമുക്ക് ഉൾക്കരുത്തുള്ള ഈ പഴഞ്ചൊല്ലുകളുടെ ഒരു പ്രേരണ വളരെ വലുതാണ്. അതൊരു ആപ്ത സിദ്ധാന്തമായിട്ട് ഓരോ വ്യക്തിയും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പഴഞ്ചൊല്ലുകളുടെ മർമ്മം പഴയ തലമുറ പഠിച്ചിരുന്നു, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം എന്നായിക്കോട്ടെ, അത് സൈദ്ധാന്തപരമായ ജീവിതത്തിൻ്റെ ഒരു മൂല്യവർദ്ധനവായിക്കോട്ടെ, അങ്ങനെയുള്ള ഒരു ചിന്താധാര നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നിരുന്നു. ഇന്നത് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ആയതുകൊണ്ട് നമുക്ക് ഇന്നൊരു 3 പഴഞ്ചൊല്ലുകൾ പഠിക്കാം. 1, നിങ്ങളെല്ലാവരും കേട്ട് കാണും, അടിതെറ്റിയാൽ ആനയും വീഴും. ശരിയല്ലേ? അടിതെറ്റിയാൽ ആനയും വീഴും. നിങ്ങൾക്ക് ആനയെക്കുറിച്ച് അറിയാമല്ലോ. എത്ര ബലവത്തായ ഒരു മൃഗമാണ് ആന.
ആനയെപ്പറ്റി നിങ്ങൾക്കറിയാം. ആന വളരെ ബുദ്ധിയുള്ള ഒരു മൃഗമാണ്, അല്ലേ? വളരെ ചിന്തിച്ച് വളരെ എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് വളരെ ബുദ്ധിപൂർവമായി മുന്നോട്ട് നീങ്ങുന്ന ഒരു മൃഗമാണ് ആന. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ആനയ്ക്ക് ബുദ്ധിയില്ലെന്ന്. അല്ല, ആന ഭയങ്കരമായിട്ട് ബുദ്ധിയുള്ള ഒരു മൃഗമാണ്. അപ്പോൾ ഇത് നടക്കുന്നതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചെവിയൊക്കെ ആട്ടി, തുമ്പിക്കയൊക്കെ കുറച്ച് പൊക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിടയ്ക്ക് നോക്കി, കണ്ണിൻ്റെ ആ ഒരു തലമൊക്കെ നോക്കിക്കോണം. ചില സമയത്ത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. എന്ത് രസം, എന്ത് ചന്തം, കൊച്ചുകുട്ടികൾ കണ്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആനയുടെ നടത്തം ശ്രദ്ധയോടെയാണ്, അല്ലേ? അപ്പം ശ്രദ്ധയോടെ ആന നടക്കുമ്പോഴും അശ്രദ്ധ വന്നാലോ? ചിന്തിക്കുക, അശ്രദ്ധ വന്നാലോ വീഴും. അപ്പോൾ അവിടെയാണ് അടിതെറ്റിയാലും ആനയും വീഴും എന്ന് പറയുന്നത്. ഇതിനകത്ത് 3-4 സാരാംശങ്ങളുണ്ട്. നമ്മുടെ മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ, മലയാളത്തിൻ്റെ ജീവിത ലക്ഷണത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമായ ഉൾക്കരുത്ത് കൊടുക്കുന്ന പഴഞ്ചൊല്ലുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇത് നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ഒരു ആത്മാർത്ഥതയില്ലെങ്കിൽ, അതിലൊരു പൂർണ്ണമായിട്ടുള്ള സമർപ്പണമില്ലെങ്കിൽ അതിന് വിജയം കാണാൻ സാധ്യമാവുകയില്ല. ഏതൊരു കാര്യമായിക്കോട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഒരു തത്വജ്ഞാനം, ഒരു ബോധം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ അത് മുന്നോട്ട് പോകാൻ സാധ്യമാവുകയില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടത്? ശ്രദ്ധ. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അറിവ് ഉണ്ടാകാൻ സാധ്യമാവുകയുള്ളൂ. ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യമാവുകയുള്ളൂ. ഈ ശ്രദ്ധയിൽ കൂടി കിട്ടുന്ന അറിവ്, ശ്രദ്ധയിൽ കൂടി കിട്ടുന്ന യാത്ര, അതാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അടിതെറ്റിയാലും, അപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നത് അടിതെറ്റിയാൽ ആനയും വീഴും? അപ്പോൾ ശ്രദ്ധയായി കരുതി മുന്നോട്ട് നോക്കി ചുറ്റുപാടും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് എല്ലാ തലങ്ങളിലും ആ ഒരു സൃഷ്ടിപരമായ രീതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അത് പുതിയ തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഏറ്റവും ഉന്മേഷകരമായ ഒരു വാക്യമാണ് എന്ന് ഞാൻ പറയുന്നു. 2, അധികമായാൽ അമൃതും വിഷം. നിങ്ങൾ കേട്ട് കാണും അമൃത് ജീവനെ എന്നും കരുതി അത് എന്നും മരണമില്ലാത്തൊരു സിദ്ധാന്തമായി കൊണ്ടുവരാൻ പറ്റാമെന്ന ഒരു മരുന്നാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ അമൃത് നമ്മൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മരണമുണ്ടാകില്ല എന്ന് പറയുന്നു. എന്നാൽ അധികമായി നമ്മൾ അമൃത് ഉൾക്കൊണ്ടാലോ, അമൃത് അധികം കഴിച്ചാലോ? നമുക്കറിയാം നെയ്യ് ഏറ്റവും ഔഷധ ഗുണമുള്ളതാണ്, എല്ലാവർക്കും അറിയാം. എന്നാൽ നെയ്യ് നമ്മൾ കൂടുതൽ കഴിച്ചാലോ, ആവശ്യത്തിന് അതീതമായി കഴിച്ചാലോ എന്തുണ്ടാകും? അസുഖങ്ങൾ വരും. തീർച്ചയായിട്ടും ഇന്ന് കണ്ടുവരുന്ന രോഗങ്ങൾ പലതും വരും. അപ്പോൾ ഭക്ഷണ ക്രമീകരണത്തിനും ജീവിത സങ്കല്പത്തിനും നമ്മുടെ നിത്യമായുള്ള യാത്രയിലും എല്ലാം മിതത്വം പാലിക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് അധികമായാൽ അമൃതും വിഷം എന്ന മലയാള പഴമൊഴി. പഴയ ആൾക്കാർ പറഞ്ഞു തരുമായിരുന്നു. നിങ്ങളൊക്കെ അമ്മൂമ്മ കഥകളൊക്കെ കേട്ട് കാണുമോ ഇല്ലയോ എനിക്കറിയില്ല. പണ്ട് അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കഥകളുടെ ചുവട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കാനുള്ള സമയം കണ്ടെത്തിയിരുന്നു. ആ മനോഹരമായ ആശയം അതെങ്ങനെ ജീവിതത്തിൽ എങ്ങനെ പ്രായോഗിക തലത്തിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മിതത്വം പാലിക്കുക എന്ന ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാക്കുക. ചിട്ടയോടുകൂടി ഒരു ജീവിതത്തിൻ്റെ വ്യാപാര അന്തരീക്ഷം എന്നുള്ള സങ്കല്പത്തെ മാത്രം ഉൾക്കൊള്ളാതെ ജീവിതത്തിൻ്റെ നന്മയ്ക്കും ജീവിതത്തിൻ്റെ സൗഭാഗ്യം തുളുമ്പുന്ന പ്രക്രിയ മറ്റുള്ളവർക്ക് എങ്ങനെ കൂടി ഉപകാരപ്രദമാകുന്നു എന്നുള്ള ആ തരംഗങ്ങളെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉൾക്കാഴ്ചയിൽ കൂടി ഉള്ള ഒരു പ്രവർത്തന രീതി വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ആപ്തവാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എഴുതി വെക്കുക, അധികമായാൽ അമൃതും വിഷം. മുന്നേ പറഞ്ഞു
അടിതെറ്റിയാൽ ആനയും വീഴും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുവാൻ, ഇങ്ങനത്തെ കാര്യങ്ങൾ വായിക്കുവാൻ നിങ്ങൾക്കുള്ള ഒരു പ്രേരണ ശക്തി തീർച്ചയായിട്ടും ഉണ്ടാകണം. 3, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഒരു കാര്യമാണ് അധ്വാനം എന്നത്. അധ്വാനം നമ്മുടെ ജീവിതത്തിൻ്റെ, മലയാളിയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ജീവിത സങ്കല്പമായിരുന്നു. കൃഷി എന്നത് ഏറ്റവും അതിൻ്റെ ഉദാഹരണം. കൃഷിയിൽ കൂടിയുള്ള യാത്രയിൽ നാം മുന്നേറുമ്പോൾ നമുക്കുണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകം, ആ ഒരു സ്നേഹത്തിൻ്റെ വായ്പ്, ഇതൊക്കെ നന്മയുടെ പ്രതീകം കൂടിയായിരുന്നു. അവിടെ നാം കാണുന്നു, എല്ലുമുറിയെ പണിഞ്ഞാൽ പല്ലുമുറിയെ തിന്നാം, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. അത് എന്ന് പറഞ്ഞ അതിൻ്റെ ഉദ്ദേശം വെറുതെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യണമെന്ന് മാത്രമല്ല, ചിട്ടയോടുകൂടി നാം ചെയ്യേണ്ട ജോലി കൃത്യമായിട്ട് അധ്വാനിച്ച് അവസരം ഉള്ള ആ സമയത്തു കൂടി, അധ്വാനത്തിൽ കൂടി പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു കഷ്ടകാലം ഉണ്ടാകുമ്പോൾ, അല്ലെ ബുദ്ധിമുട്ട് കാലം ഉണ്ടാകുമ്പോൾ നമുക്ക് നന്നായി അതിൻ്റെ തീർത്ഥം സേവിക്കാം. അതൊരു തീർത്ഥമാണെന്ന് ഞാൻ പറയും. കാര്യം നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന സമയങ്ങൾ, ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ഭാഷയും സംസ്കാരത്തിൽ കൂടിയുള്ള യാത്രയ്ക്ക് പോകുമ്പോൾ പലപ്പോഴും കുട്ടികളോട് പറയാറുള്ളൊരു കാര്യമാണ്, നമുക്കൊരിക്കലും മടി ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ മടി എന്നത് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ള ഒരു ബോധം മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ തീർച്ചയായും സാധിക്കില്ല. അതൊരു സത്യമാണ്. പക്ഷേ അതിന് കൊടുക്കേണ്ട ഒരു ഉത്തേജനം മാതാപിതാക്കൾക്കുണ്ട്. തീർച്ചയായിട്ടും മാതാപിതാക്കൾക്കുണ്ട്. മാതാപിതാക്കളുടെ ഒരു പ്രേരണാശക്തി ഇതിൽ വളരെ വലുതാണ്. വീണ്ടും പറയുന്നു, നിങ്ങളുടെ കുട്ടികൾ ഉറങ്ങുമ്പോൾ അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുക, ഇങ്ങനത്തെ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കുക. ഈ പഴഞ്ചൊല്ലുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണമ്മേ, എന്താണച്ഛാ ഇതിൻ്റെ ഒരു സൗരഭ്യം, എന്താണ് അർത്ഥം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, നിങ്ങളുടെ നന്മകൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വ വികാസനത്തിന്, അങ്ങനെയുള്ള ശ്രേഷ്ഠമായ വ്യക്തിത്വം നിർമ്മാണിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തിൻ്റെ നന്മ അത് നാടിനും ലോകത്തിനും ഒരു പ്രേരണാശക്തിയായി മാറുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഭാഷയ്ക്കും അതിലുദിച്ച സംസ്കൃതിക്കും ഒരർത്ഥമുണ്ടാവുകയുള്ളൂ. ഇതിലെല്ലാം അത് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ യാത്ര അങ്ങനത്തെയുള്ള ഒരു പ്രക്രിയയിൽ കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ജീവിതത്തിൽ ഒരു പ്രേരക ശക്തി ഉണ്ടാവുക സാധ്യമാവുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിത യാത്രയിൽ അധ്വാനത്തിന്, അല്ലെ പ്രവർത്തന ശൈലിക്ക് ഒരു നന്മയാർന്ന കരുത്ത് കുട്ടികളിലേക്ക് പ്രവഹിപ്പിക്കാൻ നിങ്ങൾ ഒരു പ്രേരണാ ശക്തി ഉണ്ടാകണം. അതുപോലെയാണ് കേൾക്കുക. കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് അമ്മമാരോടോ അച്ഛന്മാരോടോ ചോദിച്ച ശേഷം ഒരു കാര്യം പറഞ്ഞു തരൂ എന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായും, അവർക്കറിയില്ലെങ്കിൽ പോലും അവർ പഠിച്ച് പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു ചിന്താശക്തി, അങ്ങനെയുള്ള ഒരു വ്യവഹാരം നിങ്ങളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ആ ഒരു ജീവചൈതന്യം നമുക്ക് ഒരു ഉൾപ്രേരണയായി സൗഭാഗ്യത്തിൻ്റെ നിഴലിൽ പരിവേഷണം ഉണ്ടാക്കാൻ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് 3 കാര്യം പഠിച്ചു, 3 പഴഞ്ചൊല്ലുകൾ പഠിച്ചു. 1, അടിതെറ്റിയാൽ ആനയും വീഴും. അതിൻ്റെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന അർത്ഥം ശ്രദ്ധയാണ്. ശ്രദ്ധയോടുകൂടി നിങ്ങൾ മുന്നോട്ട് ചലിക്കുക. ആ ശ്രദ്ധ ജീവിതത്തിൽ കൊണ്ട് നന്മയുണ്ടാക്കുക എന്നുള്ള ഒരു ആപ്ത ചിന്ത. അധികമായാൽ അമൃതും വിഷം. മിതത്വം, നമ്മുടെ ജീവിതത്തിൽ മിതത്വം പാലിച്ചാൽ തീർച്ചയായിട്ടും ജീവിതയാത്രയിൽ സൗഭാഗ്യങ്ങളുണ്ടാവും. 3, എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം. വളരെ ശ്രേഷ്ഠമായ ചിന്തകൾ. അപ്പോൾ എന്തുകൊണ്ട് പഴഞ്ചൊല്ലുകളുടെ അർത്ഥം നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങൾ
ചലനാശക്തിയാണ്, ചലനമുണ്ടാക്കും നമ്മുടെ ജീവിതത്തിൽ. ഒരു ഇല്ലാത്ത ആത്മവിശ്വാസത്തെ ഉത്തേജക ശക്തിയായി ജീവച്ഛവമാകാതെ സർഗാത്മകമായ പ്രക്രിയയിൽ കൂടി മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിഞ്ഞാൽ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും അംശം ജീവിത ചൈതന്യത്തിൽ കുടികൊള്ളും. ആ ഒരു കരുത്ത് നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പഴഞ്ചൊല്ലുകളുടെ കാര്യം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തതായിട്ട് ഭാഷയുടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന 2 കാര്യങ്ങളാണ് അതിൻ്റെ അർത്ഥസംഗ്രഹവും അത് എങ്ങനെ സമൂഹത്തിൽ പ്രതിപാദിക്കുന്നത് എന്നും. നാം എന്തു പറയുന്നു, ചിന്തിച്ചത് എങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ധരിപ്പിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ട് നല്ല മലയാളം നമ്മളിൽ വന്നു ചേരേണ്ടത് കാലത്തിൻ്റെ ആവശ്യമാണ്. നാട്ടിൽ പലതരത്തിലുള്ള ഉച്ചാരണ രീതികൾ ഉണ്ടെങ്കിലും പദപ്രയോഗങ്ങൾ ഉണ്ടെങ്കിലും വ്യാകരണ സിദ്ധാന്തത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുറച്ച് ശ്രേഷ്ഠത അതിനെ കൈവരിക്കുന്നു. അതുകൊണ്ടാണ് വ്യാകരണം എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അർത്ഥവത്തായ വാക്യങ്ങൾ, ഉപമകൾ എന്നിവ ഉള്ളപ്പോൾ ആ വാക്യത്തിൻ്റെ മനോഹാരിത വളരെ വലുതാകുന്നു, അതിന് ഒരു സൗഗന്ധികമായ പരിവേഷമുണ്ടാകുന്നു. അപ്പോൾ എന്തിന് ഇത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് സംസാരിക്കുക, തെറ്റില്ലാതെ സംസാരിക്കുക. നിങ്ങൾ നന്നായി സംസാരിച്ചു കഴിഞ്ഞാൽ കേൾക്കുന്ന ആൾക്ക് നന്നായി മനസ്സിലാകും എന്നുകൂടിയുണ്ട്. 3-4 തെറ്റുകൾ, നമ്മൾ നിത്യമായി ഉപയോഗിക്കുന്ന 3-4 കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. അകാലത്ത് എന്ന് നാം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. അകാലത്ത് മരിച്ചു, അകാലത്തല്ലാതെ അകാലത്ത്. അകാലം എന്നതിന് എന്താണ് അർത്ഥം? അകാലം, അസമയം, നല്ല സമയത്തല്ലാത്ത സമയം. അകാലത്ത് മരിച്ചു എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, അകാലത്ത് മരിച്ചു എന്ന് പറയുന്നത് വാർദ്ധക്യത്തിൽ മരിച്ചു എന്നല്ല, വയസ്സായി മരിച്ചു എന്നല്ല, മരിക്കേണ്ടാത്ത സമയത്ത് മരിച്ചു എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പൊരുൾ. നമുക്കറിയാം, നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഒരാൾ പെട്ടെന്ന് മരിക്കണമെന്ന്, അല്ലേ? വയസ്സായി പ്രായമായി ഒക്കെ മരിക്കുന്ന സമയത്ത് അത് അങ്ങനത്തെയുള്ള ഒരു മരണമാണ്. വയസ്സായി പ്രായമായി ഒരു 90കളിൽ എത്തുമ്പോഴത്തേക്കുള്ള മരണം, അതൊക്കെ സാധാരണ ഇന്ന് മനുഷ്യ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു മരണ പ്രക്രിയയാണ്. എന്നാൽ തക്ക സമയത്തല്ലാത്ത ഒരു മരണം, നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ ഒരിക്കലും സങ്കല്പിക്കാത്ത ഒരു മരണം, അകാലം എന്നതിന് അസമയമാണ്. അപ്പം അകാല സമയത്ത് എന്ന് ഒരിക്കലും ആരും പറയരുത്. അകാലത്ത് മരിച്ചു അല്ലെങ്കിൽ അസമയത്ത് മരിച്ചു എന്ന് പറയുന്നതായിരിക്കും ഉചിതം. അകാല സമയത്ത് എന്ന് ഒരിക്കലും നിങ്ങൾ പഠിക്കരുത്. 2, അന്യോന്യം അല്ലെങ്കിൽ തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം. ഇത് 3ഉം ഒന്നാണ്. അന്യോന്യം എന്ന് പറയുന്നത് തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടുണ്ട്, കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കി. കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കി. എവിടെയാണ് തെറ്റ്? കുട്ടികൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കി. തമ്മിലുണ്ട്, പരസ്പരമുണ്ട്, ഏതെങ്കിലും ഒന്ന് പോരെ. കുട്ടികൾ പരസ്പരം വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി, അല്ലേ? അപ്പോൾ ചിന്തിക്കുക, ഈ അന്യോന്യം, തമ്മിൽ, പരസ്പരം, ഇത് 3 വാക്യങ്ങൾ ഒന്നിച്ച് ഉപയോഗിച്ചുകൂടാ. അന്യോന്യം അല്ലെങ്കിൽ തമ്മിൽ അല്ലെങ്കിൽ പരസ്പരം. ഇത് പലപ്പോഴും അന്യോന്യം പരസ്പരം, തമ്മിൽ പരസ്പരം എന്നിവ പല സ്ഥലത്തും നാം കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. 3, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നാം 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അത് അവസാനിപ്പിക്കാം. ഉദ്ദേശ്യം, ഉദ്ദേശ്യം. ഉദ്ദേശം, ഉദ്ദേശം, ഉദ്ദേശ്യം. രണ്ടും ഉദ്ദേശമുണ്ട്, ഉദ്ദേശ്യമുണ്ട്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യത്തെ ഏകദേശം എന്നാണ് അർത്ഥം. ഏകദേശം അപ്രോക്സിമേറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി. ഉദ്ദേശം ഒരു ശാ മാത്രമേ ഉള്ളൂ. ഉദ്ദേശ്യം എന്ന് പറയുന്നത് ലക്ഷ്യം. ഉദ്ദേശ്യം എന്ന് പറയുന്നത് ലക്ഷ്യം, ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശം. അപ്പോൾ അവന് ഉദ്ദേശം ഒരേക്കർ വസ്തുവുണ്ട്. അവന് ഉദ്ദേശ്യമല്ല, ഉദ്ദേശമാണ്. അപ്രോക്സിമേറ്റ്ലി അവൻ ഉദ്ദേശം ഒരേക്കർ വസ്തുവുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ ഉദ്ദേശം എന്ന് പറയുന്നത് ഏകദേശവും ഉദ്ദേശ്യം എന്നത് ലക്ഷ്യമാണ്. ഉദ്ദേശ്യം പലപ്പോഴും പലരും തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഈ ഉദ്ദേശ്യവും. ശ്രദ്ധിക്കുക. നാലാമതായി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ പല പൊതുയോഗങ്ങളിൽ പോകുമ്പോൾ എഴുതി കാണാറുണ്ട് സർവശ്രീ പീതാംബരൻ, സർവശ്രീ സെബാസ്റ്റ്യൻ എന്നിങ്ങനെ തുടർച്ചയായി എഴുതി കാണും. സർവശ്രീ എന്നുള്ള ഒരു വാക്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാവൂ. സർവശ്രീ പീതാംബരൻ, സെബാസ്റ്റ്യൻ അങ്ങനെ തുടർച്ചയായി പോകണം. സർവമായിട്ടുള്ള ഒരു ശ്രീയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയുള്ള എല്ലാവരെയും ഒന്നിച്ച് ഒറ്റയായി കണ്ടാണ് അവിടെ സർവശ്രീ എന്ന് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ശ്രീ എന്ന് ഉപയോഗിക്കാം. പലരും നമ്മളെ നോട്ടീസുകളിൽ കാണുന്നത് സർവശ്രീ പീതാംബരൻ, സർവശ്രീ സെബാസ്റ്റ്യൻ അങ്ങനെ നിരത്തി അങ്ങ് എഴുതുകയാണ്. അപ്പോൾ മലയാള ഭാഷയിൽ നമുക്ക് പഠിക്കാം. ധാരാളം തെറ്റുകളുണ്ട്, ധാരാളം സത്യങ്ങളുണ്ട്, ധാരാളം നീതികളുണ്ട്. ഇതെല്ലാം നമുക്ക് ഓരോ ദിവസം പതിയെ പഠിക്കാം. ഇതിൻ്റെ ഒരു സൗരഭ്യം എന്ന് പറയുന്നത് മലയാള ഭാഷ അസ്തമിക്കാത്ത പകലിൽ പോലെ സൗരഭ്യം നിറഞ്ഞ ഒരു കാന്തശക്തിയുടെ പ്രചോദനമാണ് മലയാള ഭാഷ. ലോകത്ത് ഇത്രയും നന്മ കൊടുക്കുന്ന ഒരു ഭാഷയുടെ സങ്കല്പം എവിടെ മറ്റെല്ലാ ഭാഷകളെ ആദരിക്കുന്നത് പോലെ തന്നെ വീണ്ടും പറയട്ടെ, ആ ഒരു സൗരഭ്യം പടർത്തേണ്ടത് നിങ്ങളുടെ കർമ്മമാണ്. ഈ കേട്ടിരിക്കുന്ന ഓരോ ആളും മലയാളം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കൂടുതൽ അതിലേക്ക് വരണം. അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് പ്രചോദനമായി എന്ന് കരുതുന്നു. അവസാനമായി നമുക്കൊരു കവിയെ കൂടി അനുസ്മരിച്ച് നമുക്ക് ഇന്നത്തെ ഈ അധ്യയനം അവസാനിപ്പിക്കാം. കേരളത്തിൻ്റെ മഹാനായ ഒരു കവിയായിരുന്നു ഇരയിമൻ തമ്പി. നിങ്ങൾ കേട്ട് കാണും. മഹാരാജാവ് സ്വാതി തിരുനാളിന് ആ ഒരു സങ്കല്പത്തെ കവിതയുടെ ദൃശ്യാവിഷ്കാരത്തിൽ കൂടി ഇങ്ങനെ ഒരു താരാട്ടുപാട്ട് അദ്ദേഹത്തിന് എഴുതിയിരുന്നു എന്നെല്ലാവർക്കും നമുക്കറിയാം. ഓമനത്തിങ്കൾ കിടാവൂ എന്ന ആ ഒരു കവിത ഏതൊരു മലയാളിക്കും ശ്രേഷ്ഠതയോടെ ഓർക്കാൻ പറ്റാവുന്ന ആ ഒരു കവിതാശകലം. ഏതൊരു കുഞ്ഞും അത് കേൾക്കുമ്പോൾ ഒരു പരിലാളനം ആ മുഖത്ത് വരുന്ന ഒരു വിസ്മയ കാഴ്ച. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ രാഗം ചിട്ടപ്പെടുത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയിൽ അധിഷ്ഠിതമായ ഒരു രാഗമാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് കുഞ്ഞ് ഉറങ്ങൂ എന്നുള്ള ഒരു പദം ഇല്ല. നിങ്ങൾ ആ താരാട്ടുപാട്ട് ഒന്ന് കേട്ടു നോക്കൂ. ഓമനത്തിങ്കൾ കിടാവോ എന്നുള്ള ഈ ഒരു നൃത്തരൂപാന്തരം നിങ്ങൾക്ക് വിനയപൂർവ്വം സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കാര്യപരിപാടിയുടെ അവസാനം ഇവിടെയാക്കാം. അടുത്ത അധ്യയനത്തിൽ നമ്മുടെ സ്വരാക്ഷരങ്ങൾ, കഥകൾ, കവിതകൾ, മറ്റ് നർമ്മങ്ങൾ എല്ലാം ഒന്നുകൂടി ഒരു ഉൾക്കരുത്തായി മലയാള ഭാഷയിലേക്ക് ശ്രേഷ്ഠതയോടെ അംഗീകരിപ്പിക്കാൻ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം എന്ന ആശംസയോടെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.